അമ്മേ ദേ മീൻ ശിവരാമേട്ടൻ വാങ്ങിച്ചെന്ന് വറുത്തരച്ച് വെക്കാം. അതാ ശിവരാമേട്ടന് ഇഷ്ടം. ഞാൻ മീൻ നന്നാക്കാൻ എന്നിട്ട് കുളിക്കാം. അവളോട് പോയി സുമതി. സുമതി, എടി സുമതിയേ, എന്താ കുറച്ച് പണവും വല്ലൊരു വറുത്തരച്ചേ? ആ ചേച്ചി മേടിച്ചോ? അയ്യോ ഇല്ലടി, നാളെ ആട്ടെ. വേണ്ട, നാളെയും വേണ്ട, ഒരിക്കലും വേണ്ട. ഞാൻ എന്തെങ്കിലും പറയുമ്പോഴല്ലേ ഉള്ളൂ. എന്താണ് നിന്ന് കിടങ്ങുന്നത്? പറഞ്ഞു കേട്ടില്ലേ? കേൾക്കാൻ മനസ്സില്ല. ഇല്ല പോ. ഒരു പാവാടിയും ബ്ലൗസും മേടിച്ചു തരാൻ പറഞ്ഞിട്ട് ഇനി ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോകുന്നില്ല, എവിടെയും പോകുന്നില്ല. പാവം. നല്ല ചേച്ചി. അച്ഛാ ദേ പുതിയ പാവാടിയും ബ്ലൗസിന് തുണിയാ ചേച്ചി മേടിച്ചു തന്നതാ. രൂപ കുറെ ആയിട്ടുണ്ടാവും. കാശൊക്കെ വെറുതെ കളയ. കൊള്ളാല്ലേ അച്ഛാ? 10-30 രൂപ ആയി കാണും. ഒരു കാര്യം ഉണ്ടായിരുന്നു, ഒരു അത്യാവശ്യം. ആരാ ഒന്ന് സഹായിക്കുക? എടി മറി, മോളോടൊന്ന് പറ. ഒരു 2 rupees. ഇപ്പൊ പറയുന്നില്ല. ആ കാശ് കൊണ്ട് കള്ളു ഷാപ്പിൽ പോകാനല്ലേ? നീ ബോഡി കൊടു. നിന്നെ കല്യാണം കഴിച്ചിട്ട് ഇത്രയും കാലമായി എങ്ങനെയോ 2 പിള്ളേരും ഉണ്ടായിപ്പോയി. ഇന്ന് വരെ നീ എന്നെ പറ്റി ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുണ്ടോ? നാക്കെടുത്താ കള്ളൂടിയാൻ കൊള്ളരാത്തവൻ. നീ ഇങ്ങനെ പറയാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നാട്ടുകാരെന്നെ വക വയ്ക്കൂ. ബോഡി കൊടു. നീ മാധവിയല്ല, മൂധേവിയാ. എന്താണ് ആകപ്പാടെ ഒരു കശപിശ? ഒന്നുമില്ലട മോനെ, ഒരു 2 rupees. കള്ളുടിക്കാൻ സമയമായി. എന്റെ വടക്കുന്നാഥാ, വേറെ പണി വല്ലതും പോയി ഒരു നല്ലത്. അപ്പോഴേ തന്റെ ചെലവിലല്ല ഞാൻ കള്ളും കുടിക്കണേ. പോണാ പറയട്ടെ. അല്ല കുറുപ്പേട്ടനെന്താ ഇവിടെ? ഞാനൊരു ചെറിയ ചായ കുടിക്കാൻ വേണ്ടി വന്നതാ. കുറുപ്പേട്ടന്റെ ഒരു തമാശ. തലയിൽ മുണ്ടിട്ട് കയറി ആളറിയില്ലെന്നാണ് എന്റെ വിചാരം. അല്ല എടോ, താൻ കേട്ടിട്ടുണ്ടോ? അമ്പിനോടറിക ശംഭിളി ജനമെഴും പ്രദേശമിരിലമ്പുമായി മുമ്പിലുണ്ടുടനകമ്പടിക്കു ബഹു അമ്പനായ മലരമ്പനും ഉംബ്രകോനുടയ കൊമ്പനാനയുട കുംഭവും കനക കുംഭവും കുമ്പിടുന്ന കുജകുംഭമുള്ളവരിൽ മുമ്പു തേടി വിലസും പ്രിയേ പശ്ചാരിദ്വജതക് ത്രിതോടാധിപതി കുത്രേടി ജാനിർഗണേ ഡ്രങ്ക് നരകാസ്തി ധൃതി കേട്ടാതരതിനാശ്ചത സത്യാദമ്പും പദംബുതാലികളരുൾ ദേവോ മൃദേവോ. അതിന്റെ അർത്ഥം? ഉറുപ്പേട്ടൻ ചൊല്ലിയുടെ അർത്ഥം എന്താ? അതിന്റെ അർത്ഥം ഏത് കൊച്ചുകുട്ടിക്ക് മനസ്സിലാവുന്നതല്ലേ? ഉംബ്രകോൻ. കോൻ കോൻ എന്ന് വെച്ചാൽ ഹിന്ദുസ്ഥാനിൽ ആരെ ആരെ എന്നാണ് അർത്ഥം. അതെ. ഉംബ്രൻ ആരായിരുന്നു? ആരാ? ഉംബ്രകോനുടയ കൊമ്പനാന 2 ആന ഉണ്ടായിരുന്നു. അയാളുടെ ആനകളാണ് തിരുവമ്പാളിയിലും പാറവേക്കാവിലും എഴുന്നള്ളിച്ചത്. കുംഭവും കനക കുംഭവും നല്ല ഹൊടവേറുണ്ടായിരുന്നു. അമ്പിനോടറിക ശംഭിളി. ശംഭിളി നാഗസ്വര വിദ്വാനായിരുന്നു. ശംഭിളി എന്ന് വെച്ചാൽ ഹിന്ദുസ്ഥാനിയിൽ നാഗസ്വരം എന്നർത്ഥം. അങ്ങനെയുള്ള ഉംബ്രന്റെ പെമ്പറന്നവരുടെ പൃഷ്ഠഭാഗം എന്നർത്ഥം. പറ. അതായത് പറയാം, പറഞ്ഞോളൂ. അതായത് അതിന്റെ അർത്ഥം അത് പറയാം. പറയൂ, അർത്ഥം പറയൂ. അതായത് പശ്ചാരേഡ്വജതക് ത്രിതോടാധിപതി, പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നും വന്നിട്ടുള്ള സ്ത്രീകളുടെ അല്ലല്ലല്ലല്ല, സ്ത്രീകളുടെ പശ്ചാത്തലത്തെ പറ്റിയുള്ള ഒരു വർണ്ണനയാണത്. പശ്ചാത്തലം എന്ന് പറയുന്നത് പിൻഭാഗം. അത് സ്ത്രീകളെ സംബന്ധിക്കുന്നതാവുമ്പോ പശ്ചാത്തലമാണ്. പിന്നെ ഞാൻ ചൊല്ലിയ ശ്ലോകത്തിന്റെ അർത്ഥം ഞാൻ തന്നെ പറയാം. സമയായി, എനിക്ക് ഷാപ്പ് അടക്കണം.
അപ്പോഴേ പോ. കള്ളുടിക്കാതിരിക്കുന്നേ ഇറങ്ങി പോകാനുള്ളതല്ല. കണക്കൊക്കെ നാളെ പറയാം. കണക്കൊന്നും പറയാം. റെഡി? ഇങ്ങനെയാണോ നിൽക്കുന്നത്? ആ കൈ നോക്കി പോസ് തന്നെ. ഇങ്ങനെ ഇതാണ് ഭംഗി. ഈ ചിരിയുണ്ടല്ലോ, അത് ചുണ്ടിന്ന് മായാ നിൽക്കണം. റെഡി? ആ ഇത് ഫോട്ടോ എടുക്കുന്ന സാധനമാണല്ലേ? ആ നമ്മുടെ ഒരു ഫോട്ടോ എടുക്ക. അങ്ങോട്ട് മാറിയിക്കടാ. ഓഹോ, അപ്പൊ നീ പെമ്പിള്ളേരെ പടം മാത്രം എടുക്കത്തുള്ളല്ലേ? ഓടി വന്നു. അവള് പോട്ടം പിടിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഓടി. എടാ, നിനക്ക് പടം പിടിക്കാൻ പറ്റിയ പെമ്പിള്ളേര് ഇവിടെ ഇല്ല. ഓടാർന്നു. എന്റെ പൊന്നു കുഞ്ഞെ വഴക്കുണ്ടാക്കില്ലേ, എന്റെ പൊന്നു കുഞ്ഞും ചതിക്കല്ലേ. ഞാൻ ചോദിക്കാം അവനോട്. എടാ, എന്താണാടാ ഇത്? ആ കുഞ്ഞ് ആരാണെന്ന് നീ വിചാരിച്ച്? അതിന്റെ തന്തയും തള്ളേ അതിന് ഈർക്കിലിരുത്ത് അടിച്ചിട്ടില്ല. ആ അതുകൊണ്ടാ ഇപ്പൊ നാട്ടുകാർ നല്ലേണ്ടി വന്നേ. നാട്ടുകാരനോ? ഏത് നാട്ടുകാരൻ? നീ എവിടത്തെ നാട്ടുകാരനാടാ? വട്ടിക്കാരൻ. അവരെ നക്കാപ്പിച്ചോണ്ട് കൂടിയാ ഇവിടെ കഞ്ഞി കുടിച്ച് കഴിയണത്. കാണുമ്പോ 2 rupees ചോദിക്കാതെ തരുന്നവനാ. അല്ലെങ്കിൽ എന്തിനാ അവനെ പറഞ്ഞ നിന്നെ പറഞ്ഞാൽ മതിയല്ലോ. അവന്റെ തന്തയും തള്ളയും നടപ്പിനെ വന്ന് ചത്തപ്പോ നീ അവനെ തീറ്റിപ്പറ്റി വളർത്തിയത്. ഇല്ലെങ്കിൽ അവനെ എവിടെയെങ്കിലും നീ ചത്തോണ്ടേനെ. കരയാതെ നിനക്ക് ഞങ്ങളുണ്ട്. കഴിക്കുവാനേ. എന്താണ് മിഴിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? ഇറങ്ങി പോണം. ഇതൊക്കെയാണല്ലോ നിനക്കുള്ള സഹായങ്ങൾ. മതിയായി പൊക്കാണോ? ഞാൻ പോകുന്നു. അയ്യോ പോവല്ലേ, ഇറങ്ങി പോണം. പിന്നെ പോകുന്നതൊക്കെ കൊള്ളാം. ഇനി നീ ഈ പണിയും കൂടെ തിരിച്ചു ചവിട്ട്. നടി അരിയ അമ്മയ്ക്കൊണ്ട് കൊടു. എനിക്ക് വയ്യ, ചേട്ടൻ തന്നെ കൊണ്ടുകൊടു. വലിയ പിണക്കമാണല്ലേ? കൊടുക്കാനാ പറഞ്ഞു. നീ അടി വാങ്ങിക്കണമായിരിക്കും. പിന്നെ അടിക്കും ഒരടിക്കാരൻ. അല്ലെങ്കിൽ നിന്നത്തെല്ലാം ഞാനാരാ? ഞാൻ നിങ്ങളുടെ ആരുമല്ലല്ലോ. എന്താ പറഞ്ഞേ? എന്താ? ഓഹോ, എന്നാ പിന്നെ അടിച്ചിട്ടേ കൊടുക്കൂ. അടിക്കും. എന്റെ മോളെ, നിങ്ങളെ ആരെങ്കിലും ഞാനിതുവരെ വേദനിപ്പിച്ചിട്ടുണ്ട്? ഒരിക്കലും ഈ ചേട്ടൻ വേദനിപ്പിക്കില്ല. ശിവരാമ, നീ വാ, വന്ന് ചോറിന്. എനിക്ക് വേണ്ട. അതിന് നീ ഞാനായിട്ട് എന്താണ് പിണക്കം? നീ വാടാ. എനിക്ക് നിങ്ങളെ ചോറും വേണ്ട, ഒന്നും വേണ്ട. പിന്നെ നീ എന്തിനാ ഞങ്ങൾക്ക് അരി സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് തരുന്നത്? നീ കൊണ്ടുവന്നുകൊണ്ടായിരുന്നു അത്താഴം വെച്ചത്. നിനക്ക് വേണ്ടെങ്കിൽ ഞങ്ങൾക്കും വേണ്ട. നീ വന്ന് എടുത്തുകൊണ്ട് പോരും. നാളെ മുതലേ നീ ഇവിടെ ഒരു അടുപ്പ് കൂട്ടിക്കോ. എന്തൊരു വിശപ്പാ അല്ലേ ചേട്ടാ? ശിവരാമന് വിശക്കുന്നില്ലേ? ഇല്ല. അതെന്ത് പറ്റി ഇന്നിങ്ങനെ? എന്നും ഇത്രയും മൂക്ക് കുട്ടി തട്ടാറുണ്ടല്ലോ. നീ പോയി വന്നു. എന്റെ അമ്മേ, എനിക്ക് എന്തൊരു വിശപ്പ്. ഉച്ചയ്ക്കും പട്ടിണിയാ.
നീ പോയി ഉണ്ണടി. ഉണ്ണാണെങ്കിൽ എല്ലാവർക്കും ഉണ്ണ, ഇല്ല ആർക്കും വേണ്ട. ഞാനും ചേട്ടനും ഇവിടെ പട്ടിണി ഇരിക്കാം. ഒന്ന് നീക്കേ. അമ്മേ, സത്യാഗ്രഹ സമരം 1-ാം ദിവസം. ഞാൻ കഴിച്ചോളാം. ഉറങ്ങിക്കോ ഉറങ്ങിക്കോ. എന്താ അത്? നിനക്ക് കുളിക്കാൻ സമയമായില്ലേ? പിള്ളേ, എന്താ അവിടെ? അല്ല, എന്റെ ഈ വലത്തെ കാലിൽ ഒരു പഴുതാര കുത്തും. തനിക്കിവിടെ ഒരുപാട് ജോലിയുണ്ടല്ലേ? പറമ്പിൽ പണിയെടുപ്പിക്കണം, പാടത്ത് പണിയെടുപ്പിക്കണം, പാടത്ത് പണിയെടുക്കുന്ന പെൺപിള്ളേരുടെ കാര്യം നോക്കണം, കുപ്പിയും ഗ്ലാസും ഈ കുടുംബം മുഴുവൻ തൂത്തുവാരണം. എന്തൊരു വലിയ പാടാന്നറിയാമോ? മതി 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 മതി. തന്റെ വൃത്തിയുടെ കൂടുതലും ഉണ്ടാ ദേ ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നത്. ആ പെണ്ണിനെ വിളിച്ച് ഇതൊക്കെ ഒന്ന് തൂപ്പിച്ചൂടെ? ഉള്ളതാണല്ലോ, ആ പെണ്ണിനെ വിളിച്ച് തൂപ്പിക്കാവുന്നേ ഉള്ളൂ. താൻ ചെന്ന് കാറിൽ പെട്ടിയുണ്ട്, എടുത്ത് അകത്ത് വെപ്പിക്കും. സുരേന്ദ്ര, താക്കോലെവിടെ? ചേച്ചി ചേച്ചി, പുത്തമ്പരിക്കലെ അമ്മ വന്നിട്ടുണ്ട്. ഡേ, ഇപ്പൊ പിള്ളച്ചേട്ടൻ വന്ന് പറഞ്ഞിട്ട് പോയി. ചേച്ചി വേഗം കുളിച്ച് റെഡിയാകാൻ നോക്ക്. ഇതാ, ഇത് വെച്ചു. ഇതൊന്നും ഒപ്പിട്ട് തന്നെ. നാളെ കൊടുത്താ പോരെ? ഞാനൊന്ന് വായിച്ചു നോക്കട്ടെ. ഓ, പിള്ളേ, മാധവിക്ക് 2 പറ നെല്ല് അളന്നു കൊടുക്കൂ. ഓ, ഉം? ഓ. പോയി വാങ്ങ. ഓ, വന്നിരിക്കുന്നു സിംഗരിക്ക്. അത് പോകരുത്. എടി, നമ്മൾ തമ്മിൽ എന്താ ബന്ധം? ആലുവ ശിവരാത്രി മണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും കാണിക്കുന്നില്ലല്ലോ. ഒന്നുമില്ലെങ്കിലും ഞാൻ നിന്റെ ഭർത്താവല്ലേ. ഒരു സ്നേഹം. സ്നേഹിച്ചതിന് കിട്ടി. തന്നിട്ടുണ്ടല്ലോ 2 അനത്തിനെ. നിറഞ്ഞു നിൽക്കുന്നു. പോരെ സ്നേഹം. അതെന്റെ മാത്രം കുറ്റമാണോ എടി? ഞാനായതുകൊണ്ട് 2-ൽ നിർത്തിയെന്ന് പറ. എടി മാധവി, നിനക്ക് സരസമ്മയുടെ കാശ് കിട്ടി കാണുമല്ലോ. കിട്ടി. അത് ബാങ്കിലിട്ടാച്ചാ അങ്ങോട്ട് പോകുന്നത്. ഇനി ഇപ്പൊ എടുത്താ പൊങ്ങത്തില്ല. അധികമൊന്നും വേണ്ട. നിങ്ങളുടെ നോക്കിയാൽ 2 റുപ്പീസ്. പോയിരിക്കും അവിടുന്ന്. കണ്ടുപിടിക്കാൻ തിരക്കായിരിക്കും. നീ എനിക്കൊരു 2 റുപ്പീസ് ചോദിച്ചിട്ട് തന്നില്ല അല്ലേ? നിങ്ങളെ കൊണ്ടാടങ്ങാൻ പലരും കൊച്ചുകൾക്ക് അന്വേഷിച്ചു കൊടുക്കുന്നതല്ല. ഇത് ഷാപ്പി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല. എന്റെ മുണ്ടിങ്ങതാ. ബാക്കി ലോഡൊക്കെ ഇന്ന് രാത്രി തന്നെ അയക്കാം. ചാക്ക് 33. നാളെ എനിക്ക് പോവുകയും വേണം. പിള്ളേ, നമ്മുടെ വീട്ടിലെ ജോലിക്ക് നിർത്താൻ ഒരു പെണ്ണിനെ ഇതേവരെ കിട്ടിയില്ലല്ലോ. ഇവള് തന്നെ ആയാലോ അച്ഛമ്മേ? ഇവള് തന്നെ